പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന ആശംസകൾ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ നമ്മുടെ പഠനത്തിനും ചിന്തകൾക്കും ധ്യാനത്തിനും തിരുത്തലുമായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. യേശു യോർദാൻ നദിയിൽ വെച്ച് സ്നാനമല്ലാതിൽ നിന്നും സ്നാനം സ്വീകരിച്ച ശേഷം തൻ്റെ സ്വന്തം നാടായ നസറത്തിലേക്ക് എത്തുകയാണ്. അവിടെയുള്ള സിനഗോഗിൽ യേശു കടന്നു ചെല്ലുകയും വിശുദ്ധ ഗ്രന്ഥം അവിടുന്ന് വായിക്കുകയും ചെയ്യുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് 61-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ തിരുവചനങ്ങളാണ് അവിടുന്ന് വായിച്ചത്. ഈ ഭാഗം തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സുവിശേഷ ഭാഗം യേശു തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ദൗത്യം പ്രഖ്യാപിക്കുകയും താൻ ആരാണ്, താൻ എന്തിനു വേണ്ടി വന്നു, തന്നെ ആരാണ് അയച്ചിരിക്കുന്നത്, തൻ്റെ പ്രചോദനം എന്താണ്, ആരാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്. ലോകത്തിന്റെ സമഗ്ര വിമോചനത്തിനായി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപിതാവിന്റെ പുത്രനാണ് താനെന്നും ദൈവാത്മാവാണ് ഇതിലുള്ളത് എന്നും അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ലോകത്തിന്റെ സമഗ്ര വിമോചനമാണ് ഇവിടെ യേശു തന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമഗ്ര വിമോചനത്തിന്റെ 5 തലങ്ങള് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഒന്ന്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി താൻ അഭിഷിക്തനായിരിക്കുന്നു, താൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദാരിദ്ര്യം അന്നും ഇന്നും ഉണ്ട്. ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങളുടെ ഇല്ലായ്മ മാത്രമല്ല, അതിലുപരിയായിട്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ദാരിദ്ര്യം, സത്യദൈവത്തെ കുറിച്ചുള്ളതായ അജ്ഞതയുടെ ദാരിദ്ര്യം, ആ ദൈവത്തെ കുറിച്ച്, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, പിതാവും പുത്രന്മാരും പുത്രിമാരുമായുള്ള ബന്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിതാവിന്റെ പുത്രന്മാരും പുത്രിമാരും തന്നെ കുറിച്ചുള്ള അറിവില്ലാത്ത ദാരിദ്ര്യത്തിൽ അകപ്പെട്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് ദൈവപുത്രൻ ഇവിടെ മനസ്സിലാക്കുകയാണ്. അവിടുത്തെ പരസ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നോക്കുമ്പോൾ ദൈവത്തിന്റെ പിതാവ്, ദൈവപിതാവ് സ്നേഹമുള്ള പിതാവാണെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട്. ദൂർദ്ധനായ പുത്രന്റെ ഉപമയിലൂടെ ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട്. പിതാവിന്റെ സ്നേഹം നിഷേധിച്ച് വീട് വിട്ടിറങ്ങിപ്പോയ ആ പുത്രൻ ലോകത്തിന്റെ എല്ലാ പാപത്തിന്റെ അടിമത്തത്തിലായിക്കൊണ്ട് പുത്രസ്ഥാനത്തിന്റെ നന്മകൾ കളഞ്ഞ ആ പുത്രൻ പന്നിക്കുഴിയിൽ നിന്ന് പുതിയ തീരുമാനമെടുത്ത് പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ ദൈവപിതാവിന്റെ സ്നേഹം വ്യക്തമാക്കുന്ന രീതിയിൽ അവന്റെ പിതാവ് അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ കുടുംബം അവിടെ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്നും ഇന്നുണ്ടായിരുന്നതായ ചില വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകൾ ആ ജ്യേഷ്ഠ സഹോദരന്റെ രൂപത്തിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ദൈവത്തെ അറിയാതെയുള്ളതായ അജ്ഞതയുടെ ദാരിദ്ര്യം, അതുപോലെ തന്നെ ദൈവപിതാവിനെ കുറിച്ചും ദൈവപിതാവും മനുഷ്യ മക്കളും തമ്മിലുള്ളതായ ബന്ധത്തെ കുറിച്ചുമുള്ളതായ
അറിവില്ലായ്മയുടെ ദാരിദ്ര്യം, വിഭവങ്ങളുടെ ദാരിദ്ര്യം, സ്നേഹത്തിന്റെ ദാരിദ്ര്യം, അതുപോലെ തന്നെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാത്തവൻ, ആരും സഹായത്തിനില്ലാത്തവന്റെ ദാരിദ്ര്യം, ശുശ്രൂഷിക്കുവാനില്ലാതെ വല്ലാസനായ രോഗിയുടെ ദാരിദ്ര്യം, മരുന്ന് കിട്ടാതെ രോഗത്തിന്റെ വേദനകൾ സഹിച്ച് ഒറ്റപ്പെട്ട് വഴിയോരങ്ങളിലും നാൽക്കവലകളിലും വീടിന്റെ ഇരുണ്ട മുറികളിലും ഒക്കെയായിട്ട് തളർന്നു കിടക്കുന്ന അനേകരുടെ ദാരിദ്ര്യം. യേശു ഇങ്ങനെയുള്ള അനേകരെ സൗഖ്യമാക്കിക്കൊണ്ട് നീ ഒറ്റപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൂടെ കൂട്ടുന്നുണ്ട്. പാപിനിയായ സ്ത്രീയും മരത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്ന ഒറ്റപ്പെട്ടവനായിരുന്ന സഖേയുവിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് അവനെ കർത്താവ് നേടുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അവനും ദൈവത്തെ അറിയാത്ത ദാരിദ്ര്യത്തിൽ അവനെ യേശു എല്ലാം ഉള്ളതായ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ ദാരിദ്ര്യ അവസ്ഥ അവിടുന്ന് പരിഹരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ ദാരിദ്ര്യം, വിശപ്പും ദാഹവും അകറ്റുവാൻ വേണ്ടി അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ആയിരക്കണക്കിന് വചനം ശ്രവിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കാൻ. അവിടെ ശിഷ്യന്മാരുള്ളത് കൊടുത്തപ്പോൾ ഈശോ അതെല്ലാം എത്രയോ മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് അവർക്ക് വിളമ്പാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അവരുടെ ദാരിദ്ര്യം, ആത്മീയമായ ദാരിദ്ര്യവും സ്നേഹത്തിന്റെ ദാരിദ്ര്യവും ഭക്ഷണപാനീയങ്ങളുടെ ദാരിദ്ര്യവും ഇല്ലായ്മയുടെ എല്ലാ ദാരിദ്ര്യവും അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, അവിടുന്ന് പറയുന്നത് താൻ അഭിഷിക്തനാണ്. അഭിഷിക്തന്റെ കടമകളെ കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരഭിഷിക്തന്റെ മാമോദീസായിലൂടെ നാം ഓരോരുത്തരും ദൈവപിതാവിനെ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിന്റെ അവകാശിയും ദൈവപിതാവിന്റെ മക്കളുമായിട്ട് നമ്മളെ പ്രഖ്യാപിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അഭിഷിക്തരായ നാം ഓരോരുത്തരും വൈദികർ മാത്രമല്ല, സന്യസ്തർ മാത്രമല്ല, അൽമാരുൾപ്പെടെ എല്ലാവർക്കും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനുള്ള കടമയുണ്ട് എന്ന് അവിടുന്ന് അറിയിക്കുകയാണ്. യേശുവിന്റെ ജീവിതകാലത്ത് അവിടുന്ന് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നു, തിരുത്തിക്കൊണ്ടിരുന്നു. ഉച്ചനീചത്വങ്ങളെ, അനീതിക്കെതിരെ അവിടുന്ന് പ്രബോധനം നൽകി, പിശാചിനെതിരെ അവിടുന്ന് പ്രബോധനം നൽകി, ദുഷ്ടതയ്ക്കെതിരെ പ്രബോധനം നൽകി. അങ്ങനെ മനുഷ്യന്റെ അവിടുന്ന് ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം അവിടുന്ന് അറിയിക്കുന്നുണ്ട്. യേശുവിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുന്ന് ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. അവിടുന്ന് ഈ ലോകത്തിലെ ഭൗതികമായിട്ട് ഒന്നും നേടിയില്ല. ആകപ്പാടെ അവിടത്തേക്ക് ഉണ്ടായിരുന്നത് എന്താണ്? ഒരു ഉടുപ്പും ഒരു പുറംകുപ്പായുമാണ്. അത് കുരിശിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് പടയാളികൾ വിഭജിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ദാരിദ്ര്യം ഭൗതികമായ ഒരു ഇല്ലായ്മ മാത്രമല്ല, അതിലുപരിയായിട്ട് ദൈവത്തെ തിരിച്ചറിയാത്ത അറിവില്ലായ്മയുടെ ദാരിദ്ര്യം, സ്നേഹം ലഭിക്കാത്തവന്റെ ദാരിദ്ര്യം, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവന്റെ ദാരിദ്ര്യം, വിശക്കുന്നവന്റെയും ദാഹിക്കുന്നവന്റെയും ദൈവവിശ്വാസം ഇല്ലാത്തവന്റേതുമായ ദാരിദ്ര്യം നമുക്കൂടെ കാണേണ്ടിയിരിക്കും. ഇതിനൊക്കെ യേശുവിന്റെ മുമ്പിൽ പരിഹാരം ഉള്ളതായിട്ട് നമുക്ക് ദൈവാത്മാവ് നമ്മളെ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവാത്മാവിൽ പ്രേരിതനായിട്ട് എന്റെ മേൽ ദൈവാത്മാവുണ്ട് എന്ന് ഞാൻ അഭിഷിക്തനാണെന്ന് നമ്മൾ അറിയിച്ചുകൊണ്ട് അവിടുന്ന് വഴിതിരിഞ്ഞുപോയ ചുങ്കക്കാരനെയും പാപിനിയായ സ്ത്രീക്കൊക്കെ സദ്വാർത്ത നൽകിക്കൊണ്ട് തന്നിലുള്ള അഭിഷിക്ത ദൈവാത്മാവിന്റെ കൃപകൾ അവർക്ക് പകർന്നു നൽകുന്നുണ്ട്. യേശു യോർദാനിൽ വെച്ച് ശ്രാവ്യവകാരിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടെ ത്രിത്വത്തിന്റെ വലിയ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവപിതാവിനെ പരിചയപ്പെടുത്തുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിനെന്ന് ഞാൻ അവന് പ്രസാദിച്ചിരിക്കുന്നുവെന്നും ദൈവപിതാവ് കാര്യം ചെയ്യുന്നത്. അപ്പൊ മാമോദീസ സ്വീകരിച്ച് നാം എല്ലാവരും പരിശുദ്ധാത്മാൽ അഭിഷിക്തരാണ്. ദൈവപിതാവിന്റെ മക്കളും യേശുവിന്റെ സഹോദരങ്ങളുമാണ്. യേശുവിന്റെ അതേ ദൗത്യമുള്ളവരാണ് നാം ഓരോരുത്തരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു
നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഐക്യപ്പെട്ടവരാണെന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ ഐക്യപ്പെട്ടവനാണ്. ഐക്യപ്പെട്ടത് എന്തിനാണ് ഐക്യപ്പെട്ടത്? ബന്ധിതർക്ക് മോചനം നൽകാനായിട്ട് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകരെ യേശു സൗഖ്യമാക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നവരോടും അവരും പറയുന്നത് അവിടുന്ന് അനേകരെ പൈശാചികമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇതെല്ലാം യേശുവിന്റെ പ്രത്യേകതകളാണ്. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ളതായ തിരുവചന ഭാഗത്ത് സാബത്ത് ദിവസം രോഗശാന്തി നേടുന്നത് വിലക്കിയ സിനഗോഗ് അധികാരിയോട് യേശു ചോദിക്കുന്നുണ്ട്, കപടനാട്യക്കാരെ, 18 വർഷക്കാലമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അബ്രാഹാമിന്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതല്ലേ? അവിടെ യേശു വലിയ ഒരു മോചനമായി മാറും. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ മകളെ അവരെന്താ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്നുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, ബൈബിളിൽ ഉടനീളം യേശു വിവിധങ്ങളായ ബന്ധനത്തിൽ അകപ്പെട്ട അനേകരെ ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് സ്വതന്ത്രമാക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വ്യക്തികളും കുടുംബങ്ങളും വിവിധ തരത്തിലുള്ളതായ ബന്ധനങ്ങളിലാണ്. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നവർ, ധനത്തിന്റെ ബന്ധനം, സ്വാർത്ഥതയുടെ ബന്ധനം, അഹങ്കാരത്തിന്റെ ബന്ധനം, ഞാനെന്ന ഭാവത്തിന്റെ ബന്ധനം, ഇങ്ങനെയുള്ളതായ തുടർന്ന് പാപത്തിന്റെ ബന്ധനം, ഈ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി താൻ വന്നിരിക്കുന്നുവെന്ന് യേശു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമതായിട്ട് യേശു അന്ധർക്ക് കാഴ്ച നൽകാനായിട്ട് വന്നിരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് ബാഹ്യമായിട്ടുള്ള കണ്ണുകളുടെ ഒരു അന്ധത മാത്രമല്ല, അതിലുപരിയായിട്ട് സത്യത്തെ കാണാനുള്ള, ദൈവത്തെ ദർശിക്കാനുള്ള, സഹോദരന്റെ കണ്ണിലെ വേദനകള്, അവന്റെ മുഖത്തെ ക്ഷീണം കാണാൻ, അവന്റെ വിശപ്പ് കാണാൻ, അവന്റെ ദയനീയത കാണാൻ, അവന്റെ രോഗദണ്ഡനങ്ങളെ തിരിച്ചറിയാനുള്ളതായ ഒരു കാഴ്ച ഉണ്ടാകാൻ വേണ്ടി യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് പലരെയും അടുത്ത് വിളിച്ച് തൊട്ട് സുഖമാക്കുന്നുണ്ട്. നസ്രായനായ യേശുവേ, ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് വിളിച്ച് കരഞ്ഞ അന്ധയാചകരെ കർത്താവ് കടന്നു പോകുമ്പോൾ അവരെ വിളിച്ച് സുഖമാക്കുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ശരീരത്തിന്റെ അന്ധത മാറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടുന്ന് എല്ലാ വിധത്തിലുള്ളതായ അന്ധത പരിഹരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ യേശു പറയുന്നുണ്ട്, അന്ധനെ അന്ധൻ നയിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കുഴിയിൽ വീഴുന്നത്. യേശു സുവിശേഷത്തിൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. ബാഹ്യാന്ധത യേശു പരിഹരിക്കുന്നുണ്ട്. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം വെച്ചുകൊണ്ട് അവരുടെ കണ്ണിലെ കരടിക്കാനായിട്ട് പോകരുത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്താണ്? കുരുടനെ നയിക്കുന്ന കുരുടന്മാരായി മാറുന്നത് ഉയർത്തിപ്പിടിക്കുന്ന അന്ധതയെ കുറിച്ച് യേശു പറയുന്നു, ഈ സഹോദരനെ വിധിക്കരുത്, കാരണം നീ സത്യം കാണാത്ത അന്ധനാണ്. നമ്മൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുകയും. അഞ്ചാമതായിട്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായ കരുതൗത്യം. വിവിധങ്ങളായ രീതിയിൽ ലോകത്ത് അന്നും ഇന്നും അടിമത്തമുണ്ട്. ഈ അടിമത്തിൽ നിന്നുള്ളതായ ഒരു മോചകനാണ് താൻ യേശു അവരെ അറിയിക്കുകയാണ്. എല്ലാവിധമായ അടിമത്തത്തിൽ ഉള്ളതായ മോചനം. ആത്യന്തികമായിട്ട് മനുഷ്യന് ദൈവപിതാവ് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതാണ്. ഏതാനും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും പൈശാചികമായ പ്രേരണയാലും പ്രലോഭനത്താലും മനുഷ്യൻ ഈ ലോകത്തിന്റെ ഭൗതികമായ പല
മേഖലകളിലും അടിമത്തത്തിൽ ആയിരിക്കുകയാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അടിമത്തത്തിലായിരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ഈ പൈശാചിക ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അനേക മനുഷ്യര്, അധികാരികള് മനുഷ്യനെ അടിമത്തത്തിലാക്കുന്നുണ്ട്. ഭരണാധികാരികള്, അതുപോലെ മാതാപിതാക്കളുടെ അടിമത്തമുള്ള മക്കളുടെ അടിമത്തമുള്ളതായ മാതാപിതാക്കള്, അയൽവാസികള്, നിയമങ്ങളുടെ അടിമത്തം, വ്യവസ്ഥിതികള് മലവേദിയിൽ അടിച്ചമർത്തപ്പെട്ട് വേദനിക്കുന്നവന്റെ രോദനം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പറയുന്നു, ഞാനും എൻ്റെ വചനവും അവർക്ക് സ്വാതന്ത്ര്യം നൽകി. ദൈവപിതാവിന്റെ സ്നേഹം തന്നെ ദൈവരാജ്യത്തിന്റെ സ്നേഹം എന്ന ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ എന്ന് യേശു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് 10 കൽപ്പനകളിലൂടെ അർത്ഥമായിട്ട് അവിടുന്ന് വ്യാഖ്യാനിക്കുന്നു, എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്. പൗലോസ് പറയുന്നുണ്ട്, സ്നേഹിക്കുന്നതിൽ കവിഞ്ഞ് നമുക്ക് വേറെ യാതൊരു കടമയുമില്ല, വേറെ യാതൊരു നിയമമില്ല എന്ന് പോലും ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാൻ, സ്നേഹത്തിന്റെ സുവിശേഷകനായ യോഹന്നാനും യേശുവിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് യഥാർത്ഥമായ സ്നേഹം എല്ലാ അടിമത്തങ്ങളും ഇല്ലാതാക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്നത്. അവസാനമായിട്ട് യേശു വ്യക്തമാക്കുന്നത്, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുതിയ മാറ്റം ഉണ്ടാകണം, പുതിയ ഒരു ലോകക്രമം ആരംഭിക്കണം. തിന്മയുടെ സാധ്യത തകർന്നടിഞ്ഞ പിശാചിന് അടിമവേല ചെയ്യുന്ന മനുഷ്യന് തന്റെ വരവിനാൽ പുതിയ പ്രകാശം കാണണം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തെ തിരികെ കൊണ്ടുവരണം എന്ന് അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി 12 ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അവിടുന്ന് അയക്കുന്നുണ്ട്. സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, പുതിയ സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സുവിശേഷത്തിന്റെ സ്നേഹ നിയമത്താൽ സമസ്ത ജനപദങ്ങളെയും ദൈവപിതാവുമായി രമതിയിൽ ആക്കണമെന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. യേശു 12 ശിഷ്യന്മാർക്ക് ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം അസത്യവും അനീതിയും അടിമത്വവും ഉണ്ടോ അവിടെകളിലെല്ലാം യേശുവിന്റെ സുവിശേഷ ചൈതന്യത്താൽ നിറയപ്പെടുവാൻ നാം ഓരോരുത്തരെയും കർത്താവ് അയക്കപ്പെട്ടിരിക്കണം. നമ്മുടെ ഭവനങ്ങളിലും പ്രവർത്തന മേഖലകളിൽ എവിടെയെല്ലാം നാം പ്രവർത്തിക്കുന്നു ആയിരിക്കുന്നു അവിടെയെല്ലാം യേശുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം പകർന്നു